ഇന്ധനവില അനുദിനം വർദ്ധിക്കുന്നതനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകൾ കൈയടക്കുകയാണ്. കീശച്ചോർച്ച തടയുന്നതിനൊപ്പം വായുമലിനീകരണം ഇല്ലാതാക്കാനും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം മുതൽക്കൂട്ടാകും. രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളിൽ പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത കേവലം സാമ്പത്തിക ലാഭം മാത്രമല്ല, മലിനീകരണമുക്തമായ പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്നതും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചോളം ഓക്കെയാണ്. ഈ ലോക്കൽ പർപ്പസിന് ഓക്കെയാണ്. നമുക്ക് ലോങ് ഡ്രൈവ്സ് പോകാൻ അത്ര കോൺഫിഡൻ്റ് ഇല്ല, കാരണം ടൈം ഒരുപാട് നമ്മൾ എക്സ്ട്രാ കയ്യിൽ വേണം, എന്നാലേ നടക്കുള്ളൂ. ചിലപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് വേറെ വണ്ടി ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചാർജായി നെക്സ്റ്റ് വേണം നമ്മുടെ വണ്ടി ചാർജ് ആവാൻ. സമയം എടുക്കും. അറൗണ്ട് ഒരു 1 hour എടുക്കും. 20 to 80% അല്ലെങ്കിൽ 100% ആവണമെങ്കിൽ മോർ ദാൻ 1 hour എടുക്കുന്നുണ്ട്. അടുത്തിടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2027ഓടെ ഇന്ത്യയിൽ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നാണ്. ഉയർന്ന തോതിലുള്ള വായുമലിനീകരണം കണക്കിലെടുത്താണ് റിപ്പോർട്ട്. രാജ്യത്ത് വൈദ്യുതക്കാർ രജിസ്ട്രേഷനിൽ 2ാം സ്ഥാനമാണ് കേരളത്തിന്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഇന്നത്തെ കാലത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പൊല്യൂഷൻ ഉള്ളൊരു കാലഘട്ടമാണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള സൗണ്ട് പൊല്യൂഷൻ, അതുപോലെ എയർ പൊല്യൂഷൻ വളരെ മേജറായിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് നമുക്ക് മിനറൽ വാട്ടർ ബോട്ടിലല്ലായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളം കിട്ടാത്തൊരവസ്ഥ പോലെ വന്ന് നമുക്ക് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വരുന്നൊരവസ്ഥയിലോട്ട് എത്തി. മേ ബി ഫ്യൂച്ചറിൽ എയർ വരെ അങ്ങനെ വന്നേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നത് എന്തുകൊണ്ടും വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്യൂവൽ വെഹിക്കിൾസിനെ സംബന്ധിച്ച് ഇതിൽ നോക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴുള്ള കംഫർട്ട് കാര്യങ്ങൾ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആണ്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും നിരത്തുകളിൽ നിറയുന്നത്. നികുതി ഇളവ്, സബ്സിഡി എന്നിവയെല്ലാം നൽകി ഇലക്ട്രിക് വാഹനങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് സാധാരണക്കാരന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലുള്ള അതിവേഗ വളർച്ചയും വൈദ്യുത വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. എങ്ങനെയാണ് മൊത്തത്തിൽ EV വാഹനത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പുതിയൊരു ഇന്നോവേഷൻ ആയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്രോളിന് ഡെയിലി പൈസ കൊടുക്കണം. ആ പൈസ കണക്കാക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ മെച്ചമായിട്ട് തോന്നുന്നത്. പിന്നെ അതിൻ്റേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതിനുള്ളൊരു കംഫർട്ടും ഉണ്ട്. ഫസ്റ്റിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റും അതുപോലെ പെട്രോൾ എക്സ്പെൻസൊക്കെ നോക്കുമ്പോൾ ലോങ് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നെ സംബന്ധിച്ച് 1 പ്രാവശ്യമൊക്കെ ഇത് റിക്കവറിയിൽ കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ടും ബാറ്ററി ഡൗൺ ആയിട്ടല്ല, അല്ലാത്ത തരത്തിലുള്ള ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും കാലത്തിന് മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സൗകര്യങ്ങളിൽ മാത്രമല്ല, റേഞ്ചിലും കരുത്തിലുമെല്ലാം പെട്രോൾ ഡീസൽ വാഹനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് അതിവേഗമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിപ്പ്.